ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കുട്ടി ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി വാൾ ഡെക്കോറാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഇവിടെ ഒരു കാർഡ്ബോർഡ് സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെവി ബോണ്ടിൻ്റെ പശയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് നമ്മൾ നെറ്റിപ്പട്ടത്തിൽ ഫില്ലിംഗ് ബോൾസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഉള്ളിൽ ഒട്ടിച്ചു കൊടുക്കുന്ന ഈ ഒരു കുട്ടി കുട്ടി ബീഡ്സ് അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ത്രെഡ്സ്, അതായത് വൂളൻ ത്രെഡ്സ് വേണം അരങ്ങ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതേപോലത്തെ ഗുരുവായൂരപ്പൻ്റെ ഒരു ചെറിയ ഒരു ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ഗുരുവായൂരപ്പൻ്റെത് ചെയ്യാം, വെണ്ണക്കണ്ണൻ്റെ ചെയ്യാം, സരസ്വതി, ശിവൻ, ഗണപതി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ആണ്. വിഷുവിന് കണി വയ്ക്കുന്ന സമയത്ത് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ എന്തോ പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ് കേട്ടോ, ഇങ്ങനത്തെ പല ഷേപ്പിലുള്ളത്. പിന്നെ ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സെയിം നമ്മളുടെ നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന ഗോൾഡൻ കളറുള്ള ക്ലോത്തും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മളുടെ റെഡ് വെൽവെറ്റിൻ്റെ ക്ലോത്തും ഗോൾഡൻ കളർ ക്ലോത്തും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഒന്ന് വെച്ചിട്ട് ഞാൻ റെഡ് വെൽവെറ്റിൻ്റെ മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് വെൽവെറ്റിൻ്റെ മുകളിൽ പെൻസിലോ പെന്നോ വെച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അത് മാർക്ക് വന്നോളും. പക്ഷേ ഗോൾഡൻ കളർ ക്ലോത്ത് ആകുമ്പോഴത്തേക്കും പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഒന്ന് ഡാർക്ക് ആക്കിയിട്ട് തന്നെ മാർക്ക് ചെയ്യണം, എന്നാലേ അതിൽ കാണുള്ളൂ നമ്മൾക്ക്. പിന്നെ പ്രത്യേകിച്ച് ലൈറ്റും കൂടെ അടിക്കുന്ന സമയത്ത് ഭയങ്കര ഷൈനിങ് ഉള്ള ക്ലോത്തും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അത് വിസിബിൾ ആവില്ല. അപ്പോൾ ഞാൻ റെഡ് വെൽവെറ്റിൽ സർക്കിൾ വരച്ചു. ഇനി അതേപോലെ തന്നെ ഞാൻ ഗോൾഡൻ കളറിലും കൂടെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ റെഡ് വെൽവെറ്റിൽ വരച്ച സർക്കിളുണ്ട്, അതായത് നമ്മൾ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത അതേ റേഡിയസിലുള്ള സർക്കിൾ തന്നെയായിരുന്നു ഞാൻ റെഡ് വെൽവെറ്റിൽ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കട്ട് ചെയ്തപ്പോഴത്തേക്കും ആ വരച്ചതിൻ്റെ ഒരു ഇത്തിരി കൂടി കൂട്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ലാസ്റ്റിൽ നമ്മൾ അരങ്ങൊട്ടിക്കാനുള്ള സ്പേസ് കണക്കിന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ റെഡ് വെൽവെറ്റിൽ നമ്മളുടെ ഗോൾഡൻ കളർ ക്ലോത്തിൽ ഞാൻ സെയിം ഇത് വരച്ചിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ കളർ ക്ലോത്തിൽ നമ്മൾ എക്സ്ട്രാ കൂട്ടിയൊന്നും എടുക്കണ്ട, സെയിം നമ്മൾ കാർബണിൻ്റെ സൈസിലുള്ളത് തന്നെ നമ്മൾ വരച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. റെഡ് വെൽവെറ്റ് ആകുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് ഇങ്ങനെ കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് അരങ്ങ് ചെയ്തെടുക്കാം. നമ്മൾ നെറ്റിപ്പട്ടം ചെയ്യുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൂട്ടി എടുക്കില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടിക്കാനുള്ള കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ റെഡ് വെൽവെറ്റിൻ്റെ സൈഡ് ഇതേപോലെ ഫുള്ളൊന്നിങ്ങനെ ചെറുതായിട്ട് ഫുള്ളായിട്ടുള്ള പകുതിക്ക് വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുറകുവശത്തേക്ക് ഇങ്ങനെ കറക്റ്റ് സർക്കിളിൽ നമുക്ക് എന്തായാലും നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്കും അതത്ര വൃത്തിക്ക് നിൽക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ റെഡ് വെൽവെറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സെയിം നമ്മൾ നെറ്റിപ്പട്ടം ഒട്ടിക്കാൻ യൂസ് ചെയ്യുന്ന പശയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, ഫെവി ബോണ്ടിൻ്റെ. ഈ ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ നെറ്റിപ്പട്ടത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും തന്നെയാണ്. അതുകൊണ്ട് ഇനി എടുത്തെടുത്ത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഇതിന് റൗണ്ട് നെറ്റിപ്പട്ടം എന്നൊക്കെ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് റൗണ്ട് വാൾ ഡെക്കോറിനോ അങ്ങനെ എന്തെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡും കൂടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു സർക്കിൾ ഷേപ്പിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കാർഡ്ബോർഡിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ ഒരു റൗണ്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് MDFൻ്റെ ബോർഡായിരിക്കും. MDFൻ്റെ ബോർഡ് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. നമ്മൾ ലിപ്പൻ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു റൗണ്ട് റൗണ്ട് MDF ബോർഡാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. പിന്നെ നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ചധികം കാർഡ്ബോർഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാർഡ്ബോർഡ് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല വൃത്തിയിൽ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മളുടെ ഗോൾഡൻ
കളർ ക്ലോത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ മാത്രമായിട്ട് നമ്മൾ റെഡ് വെൽവെറ്റ് ഇല്ലാതെ ഗോൾഡൻ ക്ലോത്ത് മാത്രം ഒട്ടിക്കുമ്പോഴത്തേക്കും പശ തേച്ച് ഒട്ടിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ബബിൾസ് കയറുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാർഡ്ബോർഡ് കവർ ചെയ്തിട്ട് റെഡ് വെൽവെറ്റ് കൊടുത്തത്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗോൾഡൻ കളർ ക്ലോത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഫെവി ബോണ്ടിൻ്റെ പശ തേച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ദേ ഗോൾഡൻ കളർ ക്ലോത്തും കൂടെ ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ഒട്ടാത്ത സ്ഥലം ഉണ്ടാവുമല്ലോ അതിൻ്റെ അറ്റം, അപ്പോൾ അവിടെയും കൂടെ ചെറുതായിട്ടൊന്ന് പശ തേച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഒട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളെ അരങ്ങ് വന്നിട്ട് ആ ഒരു ഏരിയ ഒക്കെ കവർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ദേ പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സർക്കിളായിട്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബീഡ്സ് ഒട്ടിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ദേ ഗുരുവായൂരപ്പൻ്റെ ഒന്ന് സെൻറ്ററിൽ വെച്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ ഷേപ്പും കൂടെ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു ഇത് മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 60 രൂപ എന്തോ ആണ് ആയിട്ടുണ്ടായിരുന്നത് ഒരെണ്ണത്തിന്. ഇതേപോലെ നമുക്ക് ശിവനെ, ലക്ഷ്മി, ഗണപതി, സരസ്വതി ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിപ്പട്ടത്തിന് യൂസ് ചെയ്യുന്ന ഹാഫ് ബോൾ സെൻറ്ററിൽ കൊടുത്തിട്ടും ചൂരൽപ്പൊളി അങ്ങനെ നമ്മൾ ഐഡിയ അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ബോർഡർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോർഡറാണ് ഒട്ടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റിപ്പട്ടത്തിന് ബോർഡർ ഒട്ടിക്കുന്ന സെയിം ബീഡ്സ് തന്നെ എടുത്തിട്ടാണ് ഞാൻ ഇവിടെയും ബോർഡർ കൊടുക്കുന്നത്. കാരണം ഇച്ചിരി വലിപ്പമുള്ള ബോൾസ് ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വരച്ച സർക്കിളിൻ്റെ ആ ഒരു ഇതനുസരിച്ചിട്ട് തന്നെ ഫുള്ളൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളുടെ ബോർഡർ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗുരുവായൂരപ്പനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പുറകുവശത്ത് ഇതേപോലെ ഇങ്ങനെ പൊള്ളയായിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ മുകളിൽ ഞാൻ പശ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിനി ഫില്ലിംഗ് ബോൾസ് ഒന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. ഫില്ലിംഗ് ബോൾസ് ഫുള്ള് ഫില്ല് ചെയ്ത ശേഷവും വേണമെങ്കിൽ ഇതേപോലെ ഓരോ രൂപങ്ങൾ നമ്മൾക്ക് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ രൂപങ്ങൾ ആദ്യം ഒട്ടിച്ചിട്ട് നമുക്ക് ഫില്ലിംഗ് ബോൾസ് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കാണിക്കുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ കയ്യിലൊക്കെ പശ ഒട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കയ്യിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ കുറച്ച് പണിയാണ്. പിന്നെ നമ്മൾ എവിടെ തൊട്ട് കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കും. അതാണ് ഈ ഒരു ഫെവി ബോണ്ടിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇങ്ങനത്തെ ഓരോ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഒരു ഫെവി ബോണ്ടിൻ്റെ പശ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പതുക്കെ ഓരോ ഇതായിട്ട് നമ്മളുടെ ഫില്ലിംഗ് ബോൾസ് നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പൻ്റെ അതേ ഷേപ്പ് അനുസരിച്ചിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഫില്ലിംഗ് ബോൾസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയോടെ നമ്മൾ ചെയ്യാം. പക്ഷേ നമ്മൾ എത്ര നമ്മൾ അടുപ്പിച്ച് ഒട്ടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അവസാനം ഒട്ടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്തായാലും നമ്മൾക്ക് കുറച്ചേശം ഗ്യാപ്പ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവുക. പക്ഷെ അതുകൊണ്ടാണ് ഗ്യാപ്പ് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾഡൻ കളർ ക്ലോത്ത് തന്നെ യൂസ് ചെയ്യുന്നത്. കാരണം ഗോൾഡൻ കളർ വരുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കില്ല. ഈ ഫ്ലാഷൊക്കെ അടിച്ചിട്ട് നമ്മൾ മൊബൈലിൻ്റെ ലൈറ്റിൽ ഫ്ലാഷ് അടിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എടുത്ത് കാണിക്കും ഗ്യാപ്പ്. അത് കുറച്ചൊരു അഭംഗിയാണ്. അതുകൊണ്ടാണ് ബേസായിട്ട് ഗോൾഡൻ കളർ ക്ലോത്തും കൂടെ കൊടുക്കാനുള്ള ഒരു മെയിൻ റീസൺ. അപ്പോൾ ബാക്കിയുള്ള എല്ലാം നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള സർക്കിൾ അനുസരിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി നമ്മൾ നെറ്റിപ്പട്ടം ഹാങ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. പിന്നെ തിടമ്പ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതും ഈ ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗുരുവായൂരപ്പൻ്റെ കിരീടത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് പശ തേച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം മാത്രം. ഇതെൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു, ചെറിയൊരു സൈസിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഫില്ലിംഗ് ബോൾസ് എല്ലാം ഇതേപോലെ ഒട്ടിച്ച് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിത് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് കറണ്ട് പോവും, ഇടയ്ക്ക് വെച്ച് കറണ്ട് വരും. അതാണ് ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഞാൻ ഫില്ലിംഗ് ബോൾസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരങ്ങൊട്ടിക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുൻപേ തന്നെ ഹാങ് ചെയ്യാനുള്ള ഒരു ചെറുതായിട്ട് 2 ഹോൾസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കത്രിക വെച്ചിട്ടാണ് ഞാൻ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്.
കത്രിക വെച്ചിടുമ്പോഴത്തേക്കും കുറച്ച് പണിയാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈക്ക് കയറി കത്രിക കൊണ്ടു. അപ്പോൾ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും. പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ, അതായത് നമ്മളിങ്ങനെ ഓട്ട ഉണ്ടാക്കുന്ന പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് പണിയാണ് നമുക്ക് കത്രിക വെച്ചിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ ഒരു നമ്മൾ നെറ്റിപ്പട്ടം ഹാങ് ചെയ്യുന്ന നമ്മൾ നൂലുണ്ടല്ലോ, അത് കുറച്ച് കട്ടിയുള്ള നൂലായതുകൊണ്ട് തന്നെ കത്രിക വെച്ചുണ്ടാക്കുന്ന ഹോൾസിലൂടെ പോകാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അത് ഞാൻ കത്രിക വെച്ചിട്ട് അമർത്തി അപ്പുറത്തേക്ക് കടത്തുന്നുണ്ട്. ഇതിനു മുൻപേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നെറ്റിപ്പട്ടം മേക്കിംഗ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെറ്റിപ്പട്ടം മേക്കിംഗ് മെറ്റീരിയൽസ് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ടും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അടിയിലൊക്കെ വന്നിട്ട് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നെറ്റിപ്പട്ടം മേക്കിംഗ് മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നെറ്റിപ്പട്ടം ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചെറിയ രീതിയിൽ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യം ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വോളിലോട്ട് ഹാങ് ചെയ്യാനുള്ള പോർഷനിൽ കയറിട്ടിട്ട് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ഊരാക്കുടുക്കാക്കിയിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരങ്ങാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അരങ്ങ് കെട്ടുന്നത് ഞാനങ്ങനെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുമില്ല, പറയുന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി നെറ്റിപ്പട്ടം മേക്കിംഗ് വീഡിയോയിൽ അരങ്ങിൻ്റെത് കാണിക്കുന്നുണ്ട്, ഡീറ്റെയിൽഡായിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ ഇതിൽ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടിയ ശേഷം ഞാൻ ഇതൊന്ന് നല്ല പോലെ ടൈറ്റാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ വൂളൻ ത്രെഡ്സും നമ്മൾ കെട്ടിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇങ്ങനെ കെട്ടിയെടുത്ത് വരുമ്പോൾ കുറച്ച് ക്ഷമ വേണം, കുറച്ചധികം സമയമെടുത്ത് ചെയ്യുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ എടുക്കാം. വൂളൻ ത്രെഡ്സ് ഡിഫറെൻറ്റ് കളേഴ്സിലെടുക്കാം, അല്ലെങ്കിൽ ഒരേപോലത്തെ കളേഴ്സിലും എടുക്കാം. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളുടെ അരങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഒന്നിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കറക്റ്റാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ കെട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇതേപോലെ കുറേ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പശ തേച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് റൗണ്ട് നെറ്റിപ്പട്ടം എന്നോ അല്ലെങ്കിൽ റൗണ്ട് നെറ്റിപ്പട്ടം വോൾ ഡെക്കോർ എന്ത് വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. കുഞ്ചലം ചേർത്തും നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാൻ തൽക്കാലം കുഞ്ചലം ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുഞ്ചലം നമുക്ക് തീർത്തും ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് നമ്മളുടെ അരങ്ങ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഫുള്ള്. അപ്പോൾ നമ്മൾ നേരത്തെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടുള്ള കയറ് കണ്ടില്ലേ, അപ്പോൾ അതൊക്കെ നമ്മളുടെ ഈ അരങ്ങിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അരങ്ങിൻ്റെ ആ ഒരു ബാലൻസ് ഉള്ള കയറുണ്ടല്ലോ, കുറച്ച് നീളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്കത് ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കാം, കാണാത്ത വിധത്തിൽ നമ്മുടെ അരങ്ങിൻ്റെ ഉള്ളിലോട്ടായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ ത്രെഡിൻ്റെ മുകളിൽ കുറച്ച് പശ തേച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി ഈ ഒരു ത്രെഡ് ഞാനൊന്ന് കെട്ടിക്കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഉണ്ടായിരുന്ന കയറൊന്ന് കട്ട് ചെയ്ത ശേഷം ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ എടുത്ത് കാണിക്കുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. നമ്മളുടെ ഈ ഒരു റൗണ്ട് നെറ്റിപ്പട്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.